Network News is brought to you in association with Arabian Jewelers, പയ്യന്നൂർ and തൃക്കരിപ്പൂർ. ജീവിതത്തിലെ ഓരോ ആഘോഷങ്ങൾക്കും ഞങ്ങൾ പൊൻനിറം പകരുന്നു. കല്യാൺ സിൽക്സ്, ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം. കല്യാൺ സിൽക്സ് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്ക്, നാടിന്റെ കരുത്ത്, നാട്ടാരുടെ സുഹൃത്ത്. പിലാത്തറ, കണ്ണൂർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. ഫാഷൻ ഗോൾഡ് ഇന്റർനാഷണൽ, പയ്യന്നൂർ, ചെറുവത്തൂർ, കാസർഗോഡ്. വിശ്വാസത്തിന്റെ മണ്ണിൽ വിശ്വസ്തയോടെ കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KSTP റോഡ് നിർമ്മാണത്തിൽ അഴിമതിയെന്ന ആക്ഷേപം. യൂത്ത് കോൺഗ്രസ് KSTP കൺസൾട്ടൻസി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സാധനം വാങ്ങാനെന്ന വ്യാജേന എത്തി കടയിൽ നിന്നും മൊബൈൽ ഫോൺ മോഷ്ടിച്ചയാളുടെ ദൃശ്യം CCTVയിൽ പതിഞ്ഞു. മാടായിക്കാവ് വള്ളിക്കെട്ട് നാശത്തിലേക്ക്. സമീപ പ്രദേശങ്ങൾ സ്വകാര്യ വ്യക്തികൾ കയ്യേറുന്നതായി ആക്ഷേപം. ഈ വള്ളിക്കാട് ഇന്ന് തകർന്നുകൊണ്ടിരിക്കുകയാണ്. മാടായിക്കാവ് വള്ളിക്കാട് അത് വളരെ ജൈവ വൈദ്യയോടെ സംരക്ഷിക്കേണ്ട സാധനമാണ്. എരമംകുറ്റൂർ പഞ്ചായത്തിന്റെയും പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ മാതമംഗലത്തെയും പരിസര പ്രദേശങ്ങളിലെയും ഹോട്ടലുകളിലും ബേക്കറികളിലും മിന്നൽ പരിശോധന. പാഷൻ ഫ്രൂട്ട് കൃഷിയിൽ വിജയക്കൊടി പാറിച്ച് ചീമേനി പ്ലാന്റേഷൻ കോർപ്പറേഷൻ. വിശദമായ വാർത്തകളിലേക്ക്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ പയ്യന്നൂർ CI ഓഫീസ് ഉപരോധിച്ചു. കുന്നരുവിലെ CPM പ്രവർത്തകൻ ധനരാജ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇരിക്കൂറിൽ പിടിയിലായ RSS ജില്ലാ കാര്യവാഹക് രാജേഷിനെ വിട്ടയച്ചതിൽ പ്രതിഷേധിച്ചും പയ്യന്നൂരിലെ CPM പ്രവർത്തകരുടെ വീട്ടിൽ പോലീസ് അന്യായമായി റെയ്ഡ് നടത്തുന്നുവെന്ന് ആരോപിച്ചുമാണ് ഉപരോധിച്ചത്. തുടർന്ന് പ്രവർത്തകർ പോലീസ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് അന്യായമായി റെയ്ഡ് നടത്തില്ലെന്നും നേതാവിനെ വിട്ടയച്ച സംഭവം അന്വേഷിക്കുമെന്ന പോലീസിന്റെ മറുപടിയെ തുടർന്ന് ഉപരോധം അവസാനിപ്പിച്ചു. KSTP റോഡ് നിർമ്മാണത്തിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് KSTP കൺസൾട്ടൻസി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാടായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PP കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡ് നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കുക, അപകടക്കെണിയിരിക്കുന്ന ഓവുചാലുകൾക്ക് മുകളിൽ സ്ലാബുകൾ നിർമ്മിക്കുക, സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി റോഡിന്റെ ഘടനയിൽ മാറ്റം വരുത്തിയത് പുനഃപരിശോധിക്കുക, ദിശാബോർഡുകൾ സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. റോഡ് നിർമ്മാണത്തിൽ വ്യാപക അഴിമതിയുണ്ടെന്നും KSTP അധികൃതരുടെ പണം പറ്റി ചിലർ നാടിന്റെ സ്വപ്ന പദ്ധതിക്ക് തുരങ്കം വെക്കുകയായിരുന്നു എന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത PP കരുണാകരൻ പറഞ്ഞു. ഉണ്ടാക്കിയിരുന്ന പാലം ഒരു സ്ലാബ് കൂടി പടിഞ്ഞാറോട്ട് നീട്ടിയിരുന്നുവെങ്കിൽ അത് ഈ ഓവുചാലിന്റെ ഫലം ചെയ്യുമായിരുന്നു. അതിന് പകരം അത് കുറച്ചുകൂടി കിഴക്കോട്ട് മാറ്റി പാലം കെട്ടി അതിനപ്പുറത്ത് ഇതിങ്ങനെ സായിബ് തൊപ്പിയിട്ടതുപോലെ മേലോട്ട് നോക്കി ചിരിക്കുന്ന വലിയൊരു ഗുഹ അവിടെ അവശേഷിപ്പിച്ചിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആളുകൾ അതിനകത്ത് വലിയ തോതിൽ രാത്രികാലങ്ങളിൽ മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുന്നത്. AV സനൽ അധ്യക്ഷത വഹിച്ചു. മടപ്പള്ളി പ്രമോദ്, ജിജേഷ് ചൂട്ടാട്, വിനോദ്, ഗോകുലസ് നായർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.
എരമംകുറ്റൂർ പഞ്ചായത്തിന്റെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ മാതമംഗലത്തെയും പരിസര പ്രദേശങ്ങളിലെയും ഹോട്ടലുകളിലും ബേക്കറികളിലും മിന്നൽ പരിശോധന നടത്തി. പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തു. വെള്ളിയാഴ്ച രാവിലെ 7:30 മുതലാണ് എരമംകുറ്റൂർ പഞ്ചായത്തിന്റെയും പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ മാതമംഗലത്തും പരിസര പ്രദേശങ്ങളിലും മിന്നൽ പരിശോധന നടത്തിയത്. പരിശോധനയിൽ ഹോട്ടലുകളിൽ നിന്നും പഴകിയ നിരവധി ഭക്ഷണ സാധനങ്ങൾ അധികൃതർ പിടിച്ചെടുത്തു. പിടിച്ചെടുത്ത സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കുകയും അടച്ചിടാൻ ഉത്തരവ് നൽകിയിട്ടുണ്ട്. പ്രശ്നം വളരെ ഗൗരവപൂർണ്ണമായാണ് കാണുന്നതെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യഭാമ പറഞ്ഞു. ശുചിത്വവുമായി ബന്ധപ്പെട്ട് ശുചീകരണവുമായി ബന്ധപ്പെട്ട് ഭക്ഷണ സാധനങ്ങളിൽ പഴകിയ ഭക്ഷണങ്ങളും അതുപോലെ തന്നെ പൂപ്പൽ പിടിച്ച ഭക്ഷണ സാധനങ്ങളും വിൽക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് തയ്യാറായിട്ടുള്ളത്. ഇത് കണ്ടുകൊണ്ട് തന്നെ വ്യാപാരികളായാലും അതുപോലെ തന്നെ ഹോട്ടൽ ഉടമകളായാലും അവരുടെ സ്ഥാപനങ്ങളെല്ലാം ശുചീകരിക്കുകയും ശുചിത്വത്തോടു കൂടി മുമ്പോട്ട് പോവുകയും ചെയ്യണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് സൂചിപ്പിക്കാനുള്ളത്. പരിശോധനയ്ക്ക് JHI KV ശ്രീനിവാസൻ, M ബിനീഷ്, സാബു M, ദേവസ്യ, പ്രേംകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂരിൽ KSU പ്രവർത്തകന് മർദ്ദനം. പയ്യന്നൂർ കോളേജിലെ 2ാം വർഷ BA വിദ്യാർത്ഥി തോംസൺ ബെന്നിക്കാണ് മർദ്ദനമേറ്റത്. പയ്യന്നൂർ കോളേജ് KSU യൂണിറ്റ് സെക്രട്ടറി തോംസൺ ബെന്നിക്ക് വ്യാഴാഴ്ച രാത്രിയാണ് മർദ്ദനമേറ്റത്. മദ്യപിച്ചെത്തിയ 6-അംഗ സംഘം താമസ സ്ഥലത്തെത്തി മർദ്ദിക്കുകയായിരുന്നു. കഴിഞ്ഞ ജൂൺ 21-ന് ബെന്നി തോംസണെ SFI പ്രവർത്തകർ മർദ്ദിച്ചതായി പറയുന്നു. ഇതേ തുടർന്നുണ്ടായ കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു അത്രേ മർദ്ദനം. മർദ്ദനത്തിൽ സാരമായി പരിക്കേറ്റ തോംസൺ ബെന്നി പയ്യന്നൂർ പ്രിയദർശിനി ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുറച്ച് ആൾക്കാർ തള്ളി കോളേജിലെ SFIയുടെ പ്രവർത്തകരെ തള്ളി റൂമിലേക്ക് തള്ളി കയറി വന്നു. മുമ്പ് ഒരു പയ്യന്നൂർ വെച്ചൊരു പ്രശ്നമുണ്ട്, ഞങ്ങളെ തല്ലിയൊരു വിഷയമുണ്ടായിരുന്നു. അതിലവർക്കെതിരെ കേസെടുക്കും, അവർ വീട്ടിൽ പോലീസ് കയറി ആ കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞായിരുന്നു എന്നെ തല്ലിയത്. എന്നെ റൂമിലിട്ട് തല്ലി കഴിഞ്ഞിട്ട് എന്നെ പിടിച്ച് തല്ലി ഇട്ടിട്ട് കുറേ അവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ മദ്യക്കുപ്പിയും സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ച് ഞങ്ങളെ എനിക്ക് ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്തു. എന്നിട്ട് എന്തെങ്കിലും പുറത്ത് പോലീസ് ബന്ധപ്പെടുവോ, പുറത്ത് ഈ വിഷയം പോയിട്ടുണ്ടെങ്കിൽ ഇത് മുഴുവൻ കോളേജിൽ കൂടെ പ്രചരിപ്പിക്കുന്നു പറഞ്ഞു. എന്നെ ഇരുത്തി ബാക്കി അവിടെ ഉണ്ടായിരുന്ന അവരെന്നെ ആയിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ എൻ്റെ കൂടുതലുള്ള എൻ്റെ സുഹൃത്തുക്കളെ കൂടെ വിളിച്ചതിനൊപ്പം ഇരുത്തി റൂമുണ്ടായിരുന്ന റൂംമേറ്റ്സിനെ അതിൻ്റെ ഫോട്ടോസ് മുഴുവൻ എടുത്തു. അത് കോളേജിൽ കൂടെ മുഴുവൻ പ്രചരിപ്പിക്കുകയും കുട്ടികളെ മുഴുവൻ കാണിക്കുകയും വാട്സപ്പിലും ഫേസ്ബുക്കിലും മുഴുവൻ അത് ഇടുകയും ചെയ്തു. അപ്പോൾ എല്ലാം നമ്മൾ ഇങ്ങോട്ടേക്ക് കയറി നമ്മൾ പഠിക്കാൻ അനുവദിക്കുകയായിരുന്നാണ് പറയുന്നത്. ഞാൻ പഠനം നിർത്തണം എന്നാണ് പറയുന്നത്. കോളേജിൽ യൂണിറ്റ് പ്രസിഡൻ്റ് KSU യൂണിറ്റ് പ്രസിഡൻ്റായിരുന്നു. ഞാൻ പഠനം നിർത്തണം, ഇനി ഇവിടെ ഇത് പാടില്ല എന്ന് പറയുന്നു. അല്ലെങ്കിൽ നിർത്തിയില്ലെങ്കിൽ എന്നെ കൊല്ലും എന്ന് തന്നെ അവർ പറയും. മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് വെള്ളിയാഴ്ച KSU പയ്യന്നൂർ കോളേജിൽ പഠിപ്പ് മുടക്കി. സാധനം വാങ്ങാനെന്ന വ്യാജേന എത്തി കടയിൽ നിന്നും മൊബൈൽ ഫോൺ മോഷ്ടിച്ചയാളുടെ ദൃശ്യം CCTVയിൽ പതിഞ്ഞു. പയ്യന്നൂരിൽ പെരുമാൾ മെറ്റൽസിൽ നിന്നുമാണ് മൊബൈൽ ഫോൺ മോഷണം പോയത്. പോലീസിൽ പരാതി നൽകി. സാധനം വാങ്ങാനെത്തി കടയിൽ നിന്ന് മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ചയാളുടെ ദൃശ്യം നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ പെരുമാൾ മെറ്റൽസിലായിരുന്നു മോഷണം നടന്നത്. കടയുടമയുടെ ഭാര്യയുടെ ഫോണാണ് മോഷണം പോയത്. ഫോൺ കാണാതായതിനെ തുടർന്നാണ് CCTV പരിശോധിച്ചത്. മേശപ്പുറത്ത് നിന്ന് ഫോൺ എടുക്കുന്നത് ക്യാമറയിൽ പതിഞ്ഞിരുന്നു. പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. പെരുങ്കളിയാട്ടത്തിനൊരുങ്ങി കരിവള്ളൂർ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം. 14 വർഷത്തിനു ശേഷം നടക്കുന്ന കളിയാട്ടത്തിന്റെ ഫണ്ട് ശേഖരണോദ്ഘാടനം ജൂലൈ 24-ന് തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിക്കും. മുച്ചിലോട്ട് ഭഗവതിയുടെ ആരൂഢസ്ഥാനമായ കരിവള്ളൂർ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിന്റെ വിജയത്തിനായുള്ള ധനസമാഹരണത്തിന്റെ ഉദ്ഘാടനം ജൂലൈ 24-ന് തുറമുഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും. ചടങ്ങിൽ EV കൃഷ്ണനന്ദിതിര്യൻ ഭദ്രദീപം തെളിയിക്കും. സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ CK ജയകൃഷ്ണൻ നമ്പ്യാർ അധ്യക്ഷത വഹിക്കുന്ന പരിപാടിയിൽ ജനറൽ കൺവീനർ GK ഗിരീഷ് സ്വാഗതവും വർക്കിംഗ് ചെയർമാൻ K നാരായണൻ വിശിഷ്ടാതിഥിക്കുള്ള ഉപഹാര സമർപ്പണവും നടത്തും. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M രാഘവൻ മുഖ്യാതിഥിയായിരിക്കും. കരിവള്ളൂർ വലിയച്ചൻ V പ്രമോദ് കോമരം, PV നാരായണൻ കോമരം എന്നിവർ അനുഗ്രഹഭാഷണം നടത്തും. സംഘാടക സമിതി ട്രഷറർ K രഘുരാമൻ മാസ്റ്റർ, ക്ഷേത്രം കോയ്മ K ഗോവിന്ദൻ നമ്പി, സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ E രവീന്ദ്രൻ, വൈസ് ചെയർമാൻ K കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിക്കും. കളിയാട്ടത്തിന് 1,75,00,000 രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നതായും
85 ലക്ഷം രൂപ ഭക്ഷണത്തിന് മാത്രം ചെലവാകുമെന്നാണ് കണക്കെന്നും ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ പറഞ്ഞു. കളിയാട്ടത്തിന്റെ അന്നദാനത്തിനു വേണ്ട പച്ചക്കറികൾ ക്ഷേത്ര കുടുംബങ്ങളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുവാനും ഉത്സവം മാലിന്യരഹിതമാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കമ്മിറ്റി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രം സ്ഥാനികരായ ഇ.വി. കൃഷ്ണനന്ദിതിര്യൻ, വി. പ്രമോദ് കോമരം, പി.വി. നാരായണൻ കോമരം, യു.വി. ഗോവിന്ദൻ കോമരം, എം. സുധീഷ് കോമരം, സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ കെ. നാരായണൻ, ജനറൽ കൺവീനർ ജി.കെ. ഗിരീഷ്, ട്രഷറർ കെ. രഘുരാമൻ, കൺവീനർമാരായ പി.വി. കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, എം.വി. കരുണാകരൻ, പി. നാരായണൻ, കെ.വി. കുഞ്ഞിരാമൻ മാസ്റ്റർ, സംഘാടക സമിതി വൈസ് ചെയർമാൻമാർ, മീഡിയ കമ്മിറ്റി ചെയർമാൻ എ.വി. ഗിരീശൻ, കൺവീനർ ദിലീപ് മെട്ടമൽ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ സംബന്ധിച്ചു. മാടായിക്കാവ് വള്ളിക്കെട്ട് നാശത്തിലേക്ക്. സമീപ പ്രദേശങ്ങൾ സ്വകാര്യ വ്യക്തികൾ കയ്യേറുന്നതായി ആക്ഷേപം. നടപടിയെടുക്കാതെ ദേവസ്വം അധികൃതർ. അപൂർവമായ സസ്യവൈവിധ്യങ്ങളുടെ കേന്ദ്രമാണ് മാടായിക്കാവിലെ വള്ളിക്കെട്ട്. മാടായിക്കാവ് പോലെ തന്നെ പരിശുദ്ധമായ സ്ഥലമാണിവിടം. അപൂർവങ്ങളായ പക്ഷികളും ജന്തുവൈവിധ്യങ്ങളും ഇവിടെ കണ്ടുവരുന്നു. എന്നാൽ ഇന്നിവ സംരക്ഷണമില്ലാതെ നശിക്കുകയാണ്. ക്ഷേത്രത്തിനകത്തു നിന്നും മാലിന്യം തള്ളാൻ ഒരു സെപ്റ്റിക് ടാങ്കും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും ദുർഗന്ധം വമിക്കുകയാണ്. പകൽ നേരങ്ങളിൽ അനാശാസ പ്രവർത്തനവും മദ്യപാനവും ഇവിടെ പതിവാണ്. ചിലപ്പോൾ കഞ്ചാവ് വിൽപ്പനക്കാരുടെ കേന്ദ്രവും. വള്ളിക്കെട്ടിന് ചുറ്റും കമ്പിവേലി നിർമ്മിക്കാൻ പരിസ്ഥിതി പ്രവർത്തകർ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ചില ഉന്നതരുടെ ഇടപെടലാണ് ഇതിന് തടസ്സമാകുന്നത്. വള്ളിക്കെട്ടിന് പിറകുവശത്തെ സ്ഥലം സ്വകാര്യ വ്യക്തി കയ്യേറി വിൽപ്പന നടത്തിയതായി നേരത്തെ പരാതി ഉയർന്നിരുന്നു. എന്നാൽ ഈ പരാതിക്കെതിരെ ദേവസ്വം ഉചിതമായ നടപടി സ്വീകരിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. കയ്യേറ്റം നടത്തിയ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനം നടത്തിയതായി പരിസ്ഥിതി പ്രവർത്തകർ ദേവസ്വം അധികൃതർക്ക് പരാതി നൽകിയിരുന്നെങ്കിലും നടപടിയുണ്ടായില്ല. ചരിത്രപ്രസിദ്ധവും ജൈവവൈവിധ്യ കേന്ദ്രവുമായ മാടായിക്കാവ് വള്ളിക്കെട്ട് സംരക്ഷിക്കണമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത്. ഈ വള്ളിക്കാട് ഇന്ന് തകർന്നുകൊണ്ടിരിക്കുകയാണ്, മാടായിക്കാവ് വള്ളിക്കാട്. അത് വളരെ ജൈവവൈവിധ്യത്തോടെ സംരക്ഷിക്കേണ്ട സാധനമാണ്. ഇതിപ്പം അനധികൃതമായിട്ട് കയ്യേറിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഈ വള്ളിക്കാട്. മാടായിക്കാവ് ക്ഷേത്രഭൂമി കയ്യേറ്റം നടത്തുന്നവർക്കെതിരെയും ഇതിന് കൂട്ടുനിൽക്കുന്നവർക്കെതിരെയും ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് പൊതുജനാഭിപ്രായം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പാഷൻ ഫ്രൂട്ട് കൃഷിയിൽ വിജയക്കൊടി പാറിച്ച് ചീമേനി പ്ലാന്റേഷൻ കോർപ്പറേഷൻ. 5 ഏക്കറിൽ നടത്തുന്ന ഈ കൃഷി ഇതിനകം തന്നെ ശ്രദ്ധേയമായി കഴിഞ്ഞു. മധുരമൂറുന്ന പാഷൻ ഫ്രൂട്ട് ആരെയുമെന്ന് കൊതിപ്പിക്കാതിരിക്കില്ല. അല്പം പുളിയും മധുരവും ഇടകലർന്നതാണ് ഇതിൻ്റെ രുചി. ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ് ഇതിൻ്റെ ഫലങ്ങൾ കൂടുതലായും ഉണ്ടാവുന്നത്. കായ് ഉണ്ടായി മൂത്ത് പഴുത്ത് പാകമാകാൻ 70-80 ദിവസങ്ങളെങ്കിലും എടുക്കും. സാധാരണ 2 തരം കായകളാണ് കാണപ്പെടുന്നത്. ഒന്ന് പഴുക്കുമ്പോൾ മഞ്ഞ നിറവും മറ്റേത് പഴുക്കുമ്പോൾ പർപ്പിൾ നിറവുമാണ്. ഈ 2 ഇനങ്ങളുടെയും സങ്കര ഇനവും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഇനത്തിൽപ്പെട്ട തൈകളാണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഉപയോഗിക്കുന്നത്. പാഷൻ ഫ്രൂട്ടിൻ്റെ മജ്ജയിൽ നല്ല അളവിൽ വൈറ്റമിൻ സിയും വൈറ്റമിൻ എയും അടങ്ങിയിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റ്, മാംസ്യം, ഫോസ്ഫറസ്, കാൽസ്യം, പൊട്ടാസ്യം, സോഡിയം, ഇരുമ്പ് എന്നിവയും ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഉറക്കമില്ലായ്മ, മനസംഘർഷം എന്നിവയ്ക്കുള്ള ഒരു നല്ല ഔഷധമാണ് പാഷൻ ഫ്രൂട്ട്. ഇതിലടങ്ങിയിട്ടുള്ള പാസിഫോറിൻ എന്ന പദാർത്ഥം ശരീരവേദന ശമിപ്പിച്ച് ഉന്മേഷം വീണ്ടെടുക്കാൻ സഹായിക്കുന്നു. ഇത്തരത്തിൽ ഏറെ ഗുണഗണങ്ങളുള്ള ഈ വള്ളിച്ചെടിയുടെ കൃഷിയുടെ അനന്ത സാധ്യതകൾ ഉപയോഗിക്കുകയാണ് ചീമേനി പ്ലാന്റേഷൻ കോർപ്പറേഷൻ. ഇത് നടുന്ന രീതി 2 അടി കുഴിയെടുത്ത് കുഴിയിൽ അടിവെള്ളം ചേർത്ത് തൈ പ്ലാന്റ് ചെയ്ത് പ്ലാറ്റ്ഫോം വലിച്ച് നല്ല രീതിയിൽ നോക്കി സംരക്ഷിച്ച് കീടനാശിനികളൊന്നും ഉപയോഗിക്കാണ്ട് 100% ജൈവ കൃഷി രീതിയാണ് അവലംബിച്ചു വരുന്നത്. തികച്ചും ജൈവ രീതിയിൽ തന്നെയാണ് ഇവ തങ്ങൾ കൃഷി ചെയ്യുന്നതെന്ന് അധികൃതർ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. തൃക്കരിപ്പൂർ ഇ.കെ. നായനാർ പോളിടെക്നിക് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചു. വിദ്യാർത്ഥി സമരത്തെ തുടർന്നാണ് കോളേജ് അടച്ചതെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. എന്നാൽ വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യത്തെ എതിർത്ത് പ്രശ്നം വഷളാക്കിയത് പ്രിൻസിപ്പളാണെന്ന് വിദ്യാർത്ഥി നേതാക്കൾ. കോളേജ് സ്റ്റോറും യൂണിയൻ ഓഫീസും വിദ്യാർത്ഥികൾക്കായി തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് SFIയുടെ നേതൃത്വത്തിൽ സമരം നടത്തിവരികയായിരുന്നു. സ്റ്റോർ തുറക്കാത്തതിനാൽ ന്യായവിലയിൽ ലഭിക്കേണ്ട സാധനങ്ങൾ വൻവില വാങ്ങി നൽകേണ്ട ഗതികേടിലാണ് വിദ്യാർത്ഥികളെന്ന് പറയുന്നു. പ്രിൻസിപ്പൽ വേലായുധൻ മാസ്റ്ററുടെ വിദ്യാർത്ഥികളോടുള്ള നിലപാടാണ് കാര്യങ്ങൾ വഷളാക്കിയതെന്നും ഇതിനെതിരെ സർഗാത്മക സമരം നടത്തുന്നതിനിടയിലാണ് ലോങ് ബെല്ലടിച്ച് പ്രിൻസിപ്പൽ വിദ്യാർത്ഥികളെ പറഞ്ഞയച്ചതെന്നും പറയുന്നു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കോളേജ് തുറക്കുന്നില്ലെന്നാണ് അറിയിപ്പ്. പ്രിൻസിപ്പാളിൻ്റെ നിലപാടിനെതിരെ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഒപ്പിട്ട് നിവേദനം നൽകിയിട്ടും
പരിഹാരമുണ്ടായില്ലെന്നും SFI ഏരിയ സെക്രട്ടറി KV യദു പറഞ്ഞു. ഏറ്റവും സർഗാത്മകമായി തന്നെയാണ് സമരം ഏറ്റെടുത്തിട്ടുള്ളത്. എല്ലാ തരത്തിലും സമരത്തിൻ്റെ SFIയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുള്ള സമര മുഖങ്ങളും കടന്നു കഴിഞ്ഞാണ് അവസാന ഘട്ടത്തിൽ ക്ലാസുകൾ ബഹിഷ്കരിച്ചുകൊണ്ട് ഇന്ന് സമരം ഏറ്റെടുത്തിട്ടുള്ളത്. ഇവിടെ ധർണാ സമരം മുതൽ അതുപോലെ തന്നെ പ്രതിഷേധ പ്രകടനം അങ്ങനെ എല്ലാ തരത്തിലുള്ള സമരമുറകളും അവലംബിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു ഘട്ടത്തിൽ പ്രിൻസിപ്പാളിനെ 2ഓളം തവണ അദ്ദേഹത്തിൻ്റെ റൂമിൽ SFIയുടെ സഖാക്കൾ ഗരാവു ചെയ്ത ഘട്ടത്തിൽ പ്രിൻസിപ്പാൾ നിലപാട് അറിയിച്ചു, നമുക്ക് സ്റ്റോർ റൂം തുറക്കാനുള്ള പ്രയാസമില്ല എന്ന്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ വർഗബഹുജന സംഘടനകളും പുരോഗമന പ്രസ്ഥാനത്തിൻ്റെയൊക്കെ നേതാക്കളടക്കം പങ്കെടുത്തുകൊണ്ട് ഇവിടുത്തെ PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ അടക്കം പങ്കെടുത്തുകൊണ്ട് SFIയുടെയും മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെയും നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇവിടെ നിരന്തരമായി 5ഓളം ചർച്ചകൾ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചക്കയുൽപ്പന്ന വൈവിധ്യങ്ങളുമായി ഗാന്ധി പാർക്കിലെ ചക്കമേള ശ്രദ്ധേയമാകുന്നു. മാത്തിൽ പ്രതീക്ഷ ഫാമേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് മേള ഒരുക്കിയിരിക്കുന്നത്. പായസം, കാരയപ്പം, ഉപ്പേരി, ജാം, കേക്ക്, അച്ചാർ, മിഠായി തുടങ്ങി ചക്ക കൊണ്ട് എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമോ അത്തരം വിഭവങ്ങളെല്ലാം ഒരുക്കി ഗുണഭോക്താക്കളെ ആകർഷിക്കുകയാണ് ഗാന്ധി പാർക്കിൽ നടക്കുന്ന ചക്കമേള. മാത്തിൽ പ്രതീക്ഷ ഫാർമേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് മേള ഒരുക്കിയിരിക്കുന്നത്. ജൈവ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ, നേന്ത്രക്കായ ചിപ്സ്, നാടൻ നേന്ത്രക്കായ, നേന്ത്രപ്പഴം കൂമ്പ്, കാന്താരി മുളക്, കറിവേപ്പില തുടങ്ങിയവയും പ്രദർശനത്തിലുണ്ട്. വിവിധതരം ഫലവൃക്ഷത്തൈകളും വിൽപ്പനയ്ക്കുണ്ട്. മിൽമയുടെ ചക്കപ്പേടയും ചക്ക ഐസ്ക്രീമും മേളയിൽ ലഭ്യമാണ്. രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെയാണ് സമയം. മാത്തിൽ പ്രതീക്ഷ ഫാർമേഴ്സ് ക്ലബിൻ്റെ 3ാമത്തെ ചക്ക ഉൽപ്പന്ന മേളയാണ് ഈ ഗാന്ധി പാർക്കിൽ വെച്ചിട്ട് ഇവിടെ നടക്കുന്നത്. ഈ 1-2 പ്രാവശ്യം മേള നടത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഈ ചക്ക കഴിക്കാനുള്ള ഒരു താല്പര്യം ജനങ്ങളിൽ വർദ്ധിച്ചു വരുന്നുണ്ടെന്നുള്ളതാണ്. കാരണം ഞങ്ങൾ ഈ മേളയിൽ വരുന്ന തിരക്കുകൾ, അതുപോലെ തന്നെ ചക്ക ഉൽപ്പന്നങ്ങൾ അതുണ്ടാക്കുന്ന രീതിയെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാനും ഒക്കെ ജനങ്ങൾ തയ്യാറായി വരുന്നുണ്ട്. അതിൽ നമുക്ക് സന്തോഷമുണ്ട്. 26-ന് മേള സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. KSKTU കുറ്റൂർ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. AV സ്മാരക മന്ദിരത്തിൽ നടന്ന ക്ലാസ് സംസ്ഥാന കമ്മിറ്റി അംഗം KK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ കേരള രാഷ്ട്രീയം, സാഹചര്യവും വർത്തമാനകാല സമീപനങ്ങളും എന്ന വിഷയമാസ്പദമാക്കിയാണ് പഠന ക്ലാസ് നടത്തിയത്. KSKTU വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം KK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ 360 രാജ്യങ്ങളുമായി ഉള്ള ആകെ ദരിദ്രതയിൽ അതിലൊരു രാജ്യമായിട്ടുള്ള ഇന്ത്യയിലാണ് ഇതിൻ്റെ 40%. അപ്പോൾ അതേതാണ്ട് വലിയ കൂടുതൽ അതിൻ്റെ വേറെ കണക്കാണോ നിങ്ങൾ ചിലപ്പോൾ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ വരില്ലുണ്ടാവും. M ശങ്കരൻ അധ്യക്ഷത വഹിച്ചു. P ബാലകൃഷ്ണൻ, MK കുഞ്ഞപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഇനി കാർഷിക പങ്ക്തി മണ്ണറിഞ്ഞ് മനമറിഞ്ഞ്. പിതാവിന്റെ പാത തുടരുവാൻ പഠനം ഉപേക്ഷിച്ച് കൃഷിയിൽ വിജയഗാഥ തീർത്ത് കടുമേനിയിലെ CP അപ്പുക്കുട്ടനെയാണ് ഈ പങ്ക്തിയിൽ ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. പരമ്പരാഗത കൃഷിക്കാരനായ പിതാവിന്റെ പാത പിന്തുടരാൻ ചെറുപ്പം മുതലേ ചിന്തിച്ച് പ്രവർത്തിച്ചിരുന്ന അപ്പുക്കുട്ടൻ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് പ്രീ ഡിഗ്രി വരെ പഠിച്ചത്. നല്ല സാമ്പത്തിക ശേഷിയും തറവാടിത്തവുമുള്ള കുടുംബമായതിനാൽ തന്റെ മക്കൾക്ക് സർക്കാർ ജോലി ലഭിക്കണമെന്ന പിതാവിന്റെ പിടിവാശി അപ്പുക്കുട്ടൻ തച്ചുടച്ചത് കൃഷിയോടുള്ള അഭിനിവേശം ഒന്നുകൊണ്ട് മാത്രമാണ്. കൃഷിയോട് താല്പര്യമുള്ളപ്പോഴും പഠനത്തിൽ ഒട്ടും പിന്നിലായിരുന്നില്ല ഇദ്ദേഹം. ഇന്ന് ഇദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് വിളയാത്ത കൃഷികൾ ഒന്നും തന്നെയില്ല. ഒരു കൂട വയ്ക്കാൻ സ്ഥലമുണ്ടെങ്കിൽ അവിടെയും കാണും എന്തെങ്കിലും കൃഷി. വീട്ടുമുറ്റത്ത് എല്ലാവരും ചെടികൾ നട്ടുപിടിപ്പിക്കുമ്പോൾ ഇദ്ദേഹം നടുന്നത് വെണ്ടയും ചേനയും മഞ്ഞളും ഇഞ്ചിയുമൊക്കെയാണ്. വീട്ടിലേക്കുള്ള റോഡിന്റെ ഇരുവശത്തും ഗ്രോ ബാഗിലാക്കി ഇത്തരം സാധനങ്ങളാണ് ഇദ്ദേഹം നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. കടലാസുകൾ കൂടരൂപത്തിലാക്കി
മണ്ണ് നിറച്ച് പച്ചക്കറി തൈകൾ ഇദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട്. കടലാസായതിനാൽ യാതൊരുവിധ പാരിസ്ഥിതിക പ്രശ്നവും ഉണ്ടാകുന്നില്ല താനും. വെള്ളരി, വെണ്ട, വഴുതിന മുതൽ എല്ലാ കൃഷിയും ഇദ്ദേഹം ചെയ്തു വരുന്നു. മീൽ ബോക്സുകളിൽ മണ്ണ് നിറച്ച് ഇഞ്ചി നട്ടിട്ടുമുണ്ട്. ഇത് ഇഞ്ചി കൃഷിക്ക് അനുയോജ്യമാണെന്നാണ് ഇദ്ദേഹത്തിന്റെ ഭാഷ്യം. കഴിഞ്ഞ വർഷം 500 കൂട വഴുതനങ്ങകളാണ് ഇദ്ദേഹം വിൽപ്പന നടത്തിയത്. പൂർണ്ണമായും ജൈവകൃഷി നടത്തുന്ന അപ്പുക്കുട്ടന്റെ വീട്ടിൽ നാടൻ പശുക്കളുമുണ്ട്. ഇവയുടെ ചാണകവും ഗോമൂത്രവും പ്രത്യേകം ശേഖരിച്ചാണ് ഇദ്ദേഹം വളമാക്കുന്നത്. ആദ്യകാലത്തെ ആ 10-15 വർഷം ഞാൻ കച്ചവടത്തിന് പോകാതെ അന്ന് തന്നെ കാർഷിക മേഖലയിലേക്ക് വന്നിരുന്നുവെങ്കിൽ ഇന്ന് എന്നെ സംബന്ധിച്ച് വളരെയധികം ഉയർത്തിയെത്താമെന്ന് സാധിക്കുന്നു. ഉയർത്തിയിൽ എത്തട്ടെ എന്ന് വിചാരിക്കുകയാണ്. കാരണം കൃഷി എന്നുള്ളത് മനുഷ്യൻ്റെ ഒഴിച്ചിടാൻ പറ്റാത്ത ഒരു കർമ്മമാണ്. പാരമ്പര്യമായിട്ട് ഞങ്ങൾ കർഷകരായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ഈ കാര്യത്തിൽ വളരെയധികം സംതൃപ്തനാണ്. പച്ചക്കറി, നാണ്യവിളകളും പച്ചക്കറിയൊക്കെ തുടങ്ങിയിട്ട് 25 കൊല്ലങ്ങളോളമായി ഞാനിത് ചെയ്യുന്നത്. ഇപ്പോൾ കാര്യമായിട്ട് ഞാൻ പച്ചക്കറി, വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുക എന്നുള്ള ഒരു കൺസെപ്ഷൻ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. അഞ്ചു വർഷങ്ങളായി അരിയൊഴികെ ഒരു സാധനവും ഇദ്ദേഹം കടയിൽ നിന്ന് വാങ്ങാറില്ല. കഴിഞ്ഞ വർഷം നെല്ലും ഇദ്ദേഹം കൃഷി ചെയ്തിരുന്നു. പുതിയ കൃഷിരീതികൾ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തി വിജയം വരിക്കുകയാണ് ഷഷ്ടിപൂർത്തിയിലേക്ക് കടക്കുന്ന ഈ കർഷകൻ. പച്ചക്കറി തൈകൾ വാങ്ങുന്നതിനായി നിരവധി ആളുകളും കുടുംബശ്രീ അംഗങ്ങളും ഇദ്ദേഹത്തെ സമീപിക്കുന്നുണ്ട്. ഭാര്യ വനജയും ഇദ്ദേഹത്തിന്റെ എല്ലാവിധ സഹായവുമായി ഒപ്പമുണ്ട്. 2 പെൺമക്കളും അധ്യാപികമാരാണ്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ശുഭയാത്ര സുരക്ഷിത യാത്രാ സന്ദേശവുമായി റോഡ് സുരക്ഷാ ബോധവൽക്കരണ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. ചന്ദേര ജനമൈത്രി പോലീസും ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ SPCയും സംയുക്തമായാണ് റാലി സംഘടിപ്പിച്ചത്. ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ ചന്ദേര SI TP ശശിധരൻ ഫ്ളാഗ് ഓഫ് ചെയ്തതോടെയാണ് സൈക്കിൾ റാലിക്ക് തുടക്കമായത്. പത്രത്താളുകളിൽ അപകടമരണങ്ങൾ പേജ് നിറയുമ്പോൾ അകാലത്തിൽ പൊലിയേണ്ടവരെല്ലാം നമ്മളെന്ന സന്ദേശമുയർത്തിക്കൊണ്ടുള്ള പ്ലക്കാർഡുകൾ സൈക്കിളിൽ പ്രദർശിപ്പിച്ചാണ് റാലി കടന്നുപോയത്. ഉദിനൂർ സെൻട്രൽ നടക്കാവ് ജംഗ്ഷൻ തങ്കേമുക്ക് വഴി തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് വഴി സ്കൂളിൽ തിരിച്ചെത്തി. ജനമൈത്രി പോലീസും റാലിക്ക് അകമ്പടിയായി. പ്രധാനാധ്യാപകൻ EP വിജയൻ, SCPOമാരായ രാജ്മോഹൻ, K അനിൽകുമാർ, ശൈലജ M, പ്രവീണ, മനോജ്, രഞ്ജിത്ത്, പുഷ്പ കൊയോൻ, അധ്യാപികമാരായ സുലേഖ P, പത്മനാഭൻ മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അലങ്കാര മത്സ്യത്തിന് മുകളിൽ അള്ളാഹു എന്നും മുഹമ്മദ് എന്നും എഴുത്ത്. ചെറുകുന്ന അക്വാ സെന്ററിൽ PP സന്തോഷിന്റെ കടയിലാണ് ഈ അപൂർവ കൗതുക മത്സ്യം. ഓസ്കാർ ഇനത്തിൽപ്പെട്ട മത്സ്യത്തിന്റെ ഒരു വശത്ത് അറബിയിൽ അള്ളാഹു എന്നും മറുവശത്ത് മുഹമ്മദ് എന്നും എഴുതിയതുപോലെയാണ് കാണുന്നത്. ഇവിടെ അലങ്കാര മത്സ്യം വാങ്ങാനെത്തിയ വിദ്യാർത്ഥിയാണ് ഇത് ആദ്യം തിരിച്ചറിഞ്ഞത്. വാർത്ത പരന്നതോടെ മത്സ്യത്തെ കാണാൻ നിരവധി പേരാണ് ചെറുകുന്നിലെത്തുന്നത്. ദേഹത്ത് പുള്ളികൾ കണ്ടുവരുന്ന മത്സ്യമാണ് ഓസ്കാർ മത്സ്യങ്ങൾ. ഈ പുള്ളികൾ കൂടിച്ചേർന്നാണ് എഴുത്തായി രൂപപ്പെട്ടത്. ആദ്യമായാണ് ഇത്തരത്തിലൊരു മത്സ്യം കടയിലെത്തുന്നത് എന്ന് അക്വാ സെന്റർ ഉടമ സന്തോഷ് പറഞ്ഞു. ദിവസം മുമ്പാണ് നമുക്ക് ഈ മത്സ്യത്തിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. 8ാം ക്ലാസ് പഠിക്കുന്ന ഫഹീം എന്ന കുട്ടിയാണ് ഇത് ആദ്യമായിട്ട് വായിച്ചത്. അതിനുശേഷം ഒരുപാട് പേര് വരിക, അവരെല്ലാം ഒരേ ഇതന്നെയാണ് വായിച്ചിട്ടുള്ളത്. ഒരു വശത്ത് മത്സ്യത്തിൻ്റെ ഒരു വശത്ത് അള്ളാഹു എന്നും മറ്റൊരു വശത്ത് മുഹമ്മദും എന്നാണ് എഴുതിയിട്ടുള്ളത്. അറബിയിലാണ് ഇത് എഴുതിയിട്ടുള്ളതെന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പം ദിവസം 100 കണക്കിന് ആൾ വന്ന് ഈ മത്സ്യത്തിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. ഓസ്കാർ വർഗത്തിൽപ്പെടുന്ന വൈറ്റ് ഓസ്കാറാണ് ഈ ഫിഷ്. മത്സ്യത്തെ വിൽപ്പന നടത്താതെ സൂക്ഷിക്കുകയാണ് ലക്ഷ്യമെന്ന് സന്തോഷ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. തൃക്കരിപ്പൂർ VPP പട്ടേലർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. 8 സ്കൂളും കൂടെ പുതിയതായിട്ട് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തം ജില്ലയിൽ ഇപ്പോൾ 24 സ്കൂളിൽ SPCൻ്റെ പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. നമ്മൾ ഇന്നലെ വരെ പുതിയ സ്കൂളിൽ 3 സ്കൂളിൽ PTA മീറ്റിംഗ് നടക്കാനുള്ളൂ, പേരൻസ് മീറ്റിംഗ് നടക്കാനുള്ളൂ. അത് ഇന്നലെ വരെ പോയ സ്കൂളിലെ കുട്ടികളൊക്കെ നല്ല സ്മാർട്ടാണ്. 44 കുട്ടികളും വേദിയിൽ വന്നിട്ട് SPCനെ കുറിച്ചും അവരുടെ അനുഭവങ്ങളെക്കുറിച്ചും അവർ ചേരേണ്ട കാര്യങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ജില്ലാ നോഡൽ ഓഫീസർ K രവി മുഖ്യപ്രഭാഷണം നടത്തി.
PTA പ്രസിഡന്റ് MTP അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു. ചന്ദേര അഡീഷണൽ സബ് ഇൻസ്പെക്ടർ ശശിധരൻ TP, സ്റ്റാഫ് സെക്രട്ടറി KV പത്മനാഭൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ രാജമോഹൻ, ഷീബ KV, ACPO M ലതിക തുടങ്ങിയവർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. സ്കൂൾ CPO KV മധുസൂദനൻ, PV അശോകൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കലിയന്തിൽ കുഞ്ഞിരാമ പൊതുവാളുടെ 50ാം ചരമവാർഷികാചരണം ജൂലൈ 24-ന് പയ്യന്നൂർ ആരാധന ഓഡിറ്റോറിയത്തിൽ നടക്കും. കാൽപ്പാടുകൾ എന്ന പേരിൽ നടക്കുന്ന പരിപാടി തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. പരിപാടിയുടെ ഉദ്ഘാടനം ജൂലൈ 24 ഞായറാഴ്ച രാവിലെ 9:30 തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിക്കും. പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ അധ്യക്ഷത വഹിക്കും. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം സാമൂഹ്യ നിർമ്മിതിയിൽ വ്യക്തികൾക്കുള്ള പങ്ക് എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും. വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന അനുസ്മരണ സമ്മേളനം പയ്യന്നൂർ MLA C കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന സമ്മേളനത്തിലും അനുസ്മരണ സമ്മേളനത്തിലും പയ്യന്നൂരിലെ വിവിധ സാമൂഹിക സാംസ്കാരിക നായകന്മാർ പങ്കെടുക്കും. പരിപാടിയുടെ ഭാഗമായി നടക്കുന്ന സ്മരണിക പ്രകാശനം TP ഭാസ്കര പൊതുവാൾ നിർവഹിക്കും. പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ പുസ്തകം ഏറ്റുവാങ്ങും. K ശിവകുമാർ, ദിവാകരൻ, നാരായണൻ, KP ശ്രീധരൻ, ബാലചന്ദ്രൻ, കരിപ്പത്ത് പത്മനാഭൻ, PV രാജൻ എന്നിവർ സംബന്ധിച്ചു. വിദ്യാർത്ഥികൾക്ക് ജനാധിപത്യത്തിന്റെ ബാലപാഠങ്ങൾ പകർന്നു നൽകി തങ്കയം ALP സ്കൂളിൽ ലീഡർ തെരഞ്ഞെടുപ്പ് നടന്നു. വോട്ടെണ്ണൽ തിങ്കളാഴ്ച നടക്കും. സ്കൂളിൽ പോളിംഗ് ബൂത്ത്, ബാലറ്റ് പെട്ടി, ബാലറ്റ് തുടങ്ങിയ സാധാരണ രീതിയിൽ തെരഞ്ഞെടുപ്പ് സാമഗ്രികളെല്ലാം ഒരുക്കി. പ്രിസൈഡിംഗ് ഓഫീസർ, പോളിംഗ് ഓഫീസർ തുടങ്ങിയവർ വിദ്യാർത്ഥികൾ തന്നെയായി. സ്ഥാനാർത്ഥികളായി 8 കുട്ടികളാണ് മത്സരരംഗത്തുണ്ടായത്. തുടർന്ന് വാശിയേറിയ തെരഞ്ഞെടുപ്പ് നടന്നു. തെരഞ്ഞെടുപ്പിന് സ്കൂൾ പ്രധാനാധ്യാപകൻ രവി മടിയൻ, അധ്യാപികമാരായ മീന, പ്രമീള, ഫാത്തിമ, സുമയ്യ, ഇന്ദു, നുഹ്സീന, ധന്യ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പിലിക്കോട് C കൃഷ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1ാം വർഷ വിദ്യാർത്ഥികൾക്ക് സ്വാഗത സംഗമം ഒരുക്കി. കറിവേപ്പില തൈകൾ സമ്മാനം നൽകി. ജൈവ സന്ദേശവും നൽകി. കാലിക്കടവ് കരക്കക്കാവ് ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ നവാഗത ദിനത്തിലാണ് പുതുമ നിറഞ്ഞ പരിപാടിക്ക് വേദിയായത്. പ്രശസ്ത ഇംഗ്ലീഷ് എഴുത്തുകാരൻ AV സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വളരെ ശരിയാണ്. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പ്രദേശത്തിന്റെ ചരിത്രം, ഈ വിദ്യാലയത്തിന്റെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തീർച്ചയായും വളരെ വിലപ്പെട്ട സംഭാവനകൾ നമ്മുടെ ചരിത്രത്തിനും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തും നമ്മുടെ സമൂഹത്തിനും നൽകിയിട്ടുള്ള ഒരു പ്രദേശവും അവിടുത്തെ ഒരു വിദ്യാലയവുമാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി നിർണയിക്കുന്ന ഒരു സുപ്രധാന ഘട്ടത്തിൽ 1ാം വർഷ പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി. കുട്ടികളുടെ കലാപരിപാടികളും അവതരിപ്പിച്ചു. PTA പ്രസിഡന്റ് T മോഹനൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ P ചന്ദ്രമോഹനൻ, ബാബുരാജ് മാസ്റ്റർ, രാജൻ തായമ്പത്ത്, സിന്ധു, റഹ്മത്ത് എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കണ്ണൂർ ജില്ലാ എനർജി മാനേജ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ താഴേക്കുറുന്ത് വനിതാ ലൈബ്രറിയിൽ ഊർജ്ജ കിരൺ 2016 ബോധവൽക്കരണ ക്ലാസ് നടത്തി. ശരിക്കും പറഞ്ഞാൽ കേരളത്തിനകത്ത് ഇന്നിപ്പം നമ്മുടെ കേരളത്തിന്റെ വൈദ്യുതി ബോർഡുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപിത ശേഷി ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാനും ഊർജ്ജ സംരക്ഷണത്തിനുമായി ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെയും എനർജി മാനേജ്മെൻറ്റ് സെൻ്ററിൻ്റെയും സഹായത്തോടെയാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. താഴേക്കുറുന്ത് വനിതാ ലൈബ്രറി പ്രസിഡന്റ് K പത്മിനി അധ്യക്ഷയായി. K സുകുമാരൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം K ശിവകുമാർ ക്ലാസ് എടുത്തു. T രാഗിണി നന്ദി രേഖപ്പെടുത്തി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗേൾസ് ഫ്രണ്ട്ലി ടോയ്ലറ്റ് കോംപ്ലക്സ് ആയി. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ഉദ്ഘാടനം ചെയ്തു. നഗരസഭയുടെ പൊതുവിദ്യാലയം അത്രമാത്രം വളർന്നിരിക്കുക. ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 3 സ്കൂളുകളിലൊന്നായി ഈ നഗരസഭാ പരിധിയിലെ പൊതുവിദ്യാലയങ്ങൾ വളർന്നു വരുന്നു എന്ന് കാണിക്കാനാണ് ഞാൻ കാര്യം.
നഗരസഭയുടെയും ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെയും സഹകരണത്തോടെയാണ് ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ടോയ്ലറ്റ് കോംപ്ലക്സ് ഒരുക്കിയിരിക്കുന്നത്. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ബാലൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ AK ശ്രീജ, TCV നന്ദകുമാർ, PTA പ്രസിഡന്റ് ശിവകുമാർ, മുൻ പ്രധാനാധ്യാപകൻ K രവി എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. പ്രിൻസിപ്പൽ സോമനാഥൻ സ്വാഗതവും പ്രധാനാധ്യാപകൻ വിഷ്ണു നമ്പൂതിരി നന്ദിയും പറഞ്ഞു. ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു. 1984 രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയപ്പോൾ അതും നമ്മുടെ നേട്ടങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യൻ വംശജയായ കൽപ്പന ചൗള ബഹിരാകാശത്തെത്തി തിരിച്ചു വരുമ്പോൾ മരണപ്പെട്ടത് ഏവരെയും അങ്ങേയറ്റം വേദനിപ്പിച്ചു. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ച വനിത സുനിത വില്യംസ് ആണ്. ചാന്ദ്രദിനത്തിനെ സംബന്ധിച്ച വിഷയത്തിൽ സംഘടിപ്പിച്ച പ്രസംഗ മത്സരത്തിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സ്ലൈഡ് ഷോ, ചിത്രപ്രദർശനം തുടങ്ങിയ വിവിധ പരിപാടികളും ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പുത്തൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ വനിതാ ത്രിഫ്റ്റ് സംഘത്തിന്റെ രൂപീകരണ യോഗം കൊഴുമൽ മാക്കിൽ ഓഡിറ്റോറിയത്തിൽ നടന്നു. കരുവള്ളൂർ പെർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M രാഘവൻ ഉദ്ഘാടനം ചെയ്തു. മിൽമ മലബാർ മേഖലാ യൂണിയന്റെ സഹായത്തോടെ പുത്തൂർ ക്ഷീരോത്പാദന സഹകരണ സംഘത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വനിതാ ത്രിഫ്റ്റ് സംഘത്തിന്റെ രൂപീകരണ യോഗമാണ് മാക്കിൽ ഓഡിറ്റോറിയത്തിൽ നടന്നത്. കണ്ണൂർ P&I യൂണിറ്റ് ഹെഡ് ബിജു സക്കറിയ പദ്ധതി വിശദീകരണം നടത്തി. രണ്ട് ഗ്രൂപ്പുകൾ, നമ്മുടെ ക്ഷേമസംഘത്തിന്റെ പ്രസിഡന്റായ അംബികയുടെ ഗ്രൂപ്പ് ചേരുന്നത്, ചീറ്റ ഗ്രൂപ്പ് ചേരുന്നത് 5-ാം തീയതിയും 20-ാം തീയതിയുമായിരിക്കും എല്ലാ മാസവും. അത് ചേരുന്ന സമയം വളരെ കൃത്യമാണ്, 3 മണിക്കാണ്. അതേ ദിവസം തന്നെ ആയിരിക്കും 5-ാം തീയതിയും 20-ാം തീയതിയും തന്നെ ആയിരിക്കും കൊഴുമൽ ഗ്രൂപ്പും ചേരുന്നത്. പുത്തൂർ KSS ഡയറക്ടർ KT രാജീവ് കുമാർ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞു. K കരുണാകരൻ മാസ്റ്റർ അധ്യക്ഷനായി. VK ശോഭന സ്വാഗതം പറഞ്ഞു. KT രാജീവ് കുമാർ നന്ദി രേഖപ്പെടുത്തി. നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കണ്ണൂർ യൂണിവേഴ്സിറ്റി വിദൂര വിദ്യാഭ്യാസ വിഭാഗം BSc മാത്തമാറ്റിക്സ് പരീക്ഷയിൽ പയ്യന്നൂർ കോപ്പറേറ്റീവ് നാഷണൽ കോളേജിലെ വന്ദന വാസുദേവൻ 2ാം റാങ്ക് നേടി. ഇനി മാറ്റുലി. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. നമുക്ക് സമഗ്രമായ ആരോഗ്യ നിയമം ആവശ്യമില്ലേ? പ്രേക്ഷകർ പ്രതികരണങ്ങൾ. രോഗം വന്നാൽ ഈ ആശുപത്രിയിൽ പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. സാധാരണക്കാരന് ചികിത്സിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അതിനൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് അടിയന്തര നടപടി സർക്കാർ എടുക്കും. ഇന്ന് തന്നെ നമ്മൾ പേപ്പറിൽ കണ്ടു, 2 വയസ്സുകാരിയായ കുട്ടി ലാബിൽ പരിശോധന നടത്തി ഹോസ്പിറ്റലിലെത്തിയപ്പോൾ അതിൽ വേണ്ടാത്ത അംശം കലർന്നിട്ടുണ്ട് എന്ന്. ഇത്തരം പ്രവണതകൾ ഒഴിവാക്കണം. പ്രത്യേകിച്ച് ലാബ് നടത്തുന്നവർ പ്രത്യേക കോഴ്സ് പാസ്സായി വന്നവരായിരിക്കണം. അല്ലാത്തതുകൊണ്ടാണ് ഇത്തരം പ്രവണതകൾ ഉണ്ടാകുന്നത്. അത് നമ്മുടെ സമൂഹത്തിന് വളരെ ദോഷകരമായ നിലപാടാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ അമിത ഫീസ് ഈടാക്കുന്ന പല ഡോക്ടർമാരുമുണ്ട്. അതും ഒഴിവാക്കേണ്ടതാണ്. സാധാരണ ഈ മഴ മാറി വെയിൽ വരുമ്പോൾ ഡോക്ടർമാർ പറയുന്നത് നല്ല സീസണാണ് എന്നാണ്. ആരോഗ്യ നയത്തെക്കുറിച്ച് നമ്മുടെ ഭാരതത്തിൽ വ്യക്തമായ വീക്ഷണം മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. രോഗം വരാതിരിക്കാനും രോഗപ്രതിരോധത്തിനുള്ളതായ കാര്യങ്ങൾ മുമ്പേ തന്നെ വൈദ്യന്മാർ വളരെ ശരിയായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. പ്രകൃതി ജീവനം കൊണ്ട് ഒരു പരിധിവരെ നമുക്ക് രോഗങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കും. കൂടാതെ ഇപ്പോൾ ഈ അലോപ്പതിക്ക് മരുന്നുകൾ അമിതമായി ഉപയോഗിക്കുന്നത് കൊണ്ട് കൂടുതൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കാരണം രോഗങ്ങൾ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ആരോഗ്യത്തിന് വേണ്ടി വളരെയധികം ശ്രദ്ധിക്കുന്നവരാണ് മലയാളികൾ. ഇന്ത്യയിൽ ഏറ്റവും അധികം ഡോക്ടർമാരെ സമീപിക്കുന്നവർ മലയാളികളാണെന്നാണ് നാം കരുതുന്നത്. പക്ഷേ ഇന്ന് മെഡിക്കൽ രംഗത്തും ആരോഗ്യ രംഗത്തും
വളരെയധികം ചൂഷണങ്ങൾ നടക്കുന്നതായിട്ടുള്ള അഭിപ്രായം ജനങ്ങളുടെ ഇടയിലുണ്ട്. അതിന് കാരണം ഡോക്ടർമാരെ കുറ്റപ്പെടുത്തുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ജനങ്ങൾ വളരെയധികം സംശയാലുക്കളായിട്ട് രോഗങ്ങളെക്കുറിച്ചുള്ള വളരെയധികം ആകുലകൾ ഒക്കെ ഉള്ളതുകൊണ്ട് പഴയ കാലത്ത് ഡോക്ടർമാർ സാധാരണ രീതിയിൽ കൂടുതൽ പരിശോധന ഇല്ലാതെ മരുന്ന് പറയുമെങ്കിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടായാൽ അത് മുഴുവൻ ഡോക്ടർമാരുടെ കുറ്റമാണെന്ന രീതിയിൽ ജനങ്ങൾ കാണുകയും കോടതികളിലേക്ക് പോവുകയും ചെയ്യുന്നതുകൊണ്ട് ഡോക്ടർമാർ മുഴുവൻ പരിശോധനയ്ക്ക് ലാബുകളെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ടായിട്ടുണ്ട്. അപ്പോൾ ലാബുകളെ ആശ്രയിക്കുമ്പോൾ അവിടെ ചില ആൾക്കാർ, ചില വ്യക്തികൾ, ഡോക്ടർമാർ മുഴുവൻ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ചിലരുടെ ഇടയിൽ ചില തെറ്റായ രീതിയിലുള്ള പ്രവണതകളുണ്ട് എന്ന വിശ്വാസം ജനങ്ങൾക്കുണ്ട്. നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. അറിയിപ്പുകൾ. സർവശിക്ഷാ അഭിയാൻ 2016-17 അധ്യയന വർഷത്തെ അംഗൻവാടി മുതൽ 8ാം ക്ലാസ് വരെയുള്ള പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കുള്ള വൈദ്യപരിശോധനാ ക്യാമ്പ് ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 1 വരെയുള്ള തീയതികളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പയ്യന്നൂർ BRC ഹാളിൽ വെച്ച് നടക്കുന്നു. പയ്യന്നൂർ ഉപജില്ലയിലെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ ക്യാമ്പിൽ പങ്കെടുപ്പിക്കാൻ ആവശ്യമായ നടപടികൾ പ്രധാന അധ്യാപകർ സ്വീകരിക്കണമെന്ന് BPO അറിയിക്കുന്നു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ കരിവള്ളൂർ പേരളം യൂണിറ്റ് കൺവെൻഷനും നവാഗതരെ സ്വീകരിക്കലും ജൂലൈ 26-ന് കരിവള്ളൂർ A1 ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടക്കും. പയ്യന്നൂർ മർച്ചന്റ്സ് വെൽഫെയർ സൊസൈറ്റി വാർഷിക പൊതുയോഗം ജൂലൈ 27-ന് ബുധനാഴ്ച വൈകിട്ട് 3 മണിക്ക് ചേംബർ ഹാളിൽ നടക്കും. കണ്ണൂർ യൂണിവേഴ്സിറ്റി വിദൂര വിദ്യാഭ്യാസം BSc മാത്സ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജിലെ വിദ്യാർത്ഥികളെ ജൂലൈ 23-ന് ശനിയാഴ്ച രാവിലെ 11 മണിക്ക് കോളേജിൽ വെച്ച് അനുമോദിക്കും. സ്വാതന്ത്ര്യ സമര സേനാനി NV കോരൻ മാസ്റ്ററുടെ 103-ാം ജന്മദിനാഘോഷത്തോടനുബന്ധിച്ചുള്ള അനുമോദന സദസ് ജൂലൈ 23-ന് ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കേരള പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KSTP റോഡ് നിർമ്മാണത്തിൽ അഴിമതിയെന്ന ആക്ഷേപം. യൂത്ത് കോൺഗ്രസ് KSTP കൺസൾട്ടൻസി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സാധനം വാങ്ങാനെന്ന വ്യാജേനയെത്തി കടയിൽ നിന്നും മൊബൈൽ ഫോൺ മോഷ്ടിച്ചയാളുടെ ദൃശ്യം CCTVയിൽ പതിഞ്ഞു. മാടായിക്കാവ് വള്ളിക്കെട്ട് നാശത്തിലേക്ക്. സമീപ പ്രദേശങ്ങൾ സ്വകാര്യ വ്യക്തികൾ കയ്യേറുന്നതായി ആക്ഷേപം. ഈ വള്ളിക്കാട് ഇന്ന് തകർന്നുകൊണ്ടിരിക്കുകയാണ്. മാടായിക്കാവ് വള്ളിക്കാട് അത് പിന്നെ വളരെ ജൈവ വൈദ്യത്തോടെ സംരക്ഷിക്കേണ്ട സാധനമാണ്. എരമംകുറ്റൂർ പഞ്ചായത്തിന്റെയും പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ മാതമംഗലത്തെയും പരിസര പ്രദേശങ്ങളിലെയും ഹോട്ടലുകളിലും ബേക്കറികളിലും മിന്നൽ പരിശോധന. പാഷൻ ഫ്രൂട്ട് കൃഷിയിൽ വിജയക്കൊടി പാറിച്ച് ചീമേനി പ്ലാന്റേഷൻ കോർപ്പറേഷൻ. ഈ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.